ഹലോ വിദ്യാർത്ഥികളെ, 25 mm ഡയമീറ്ററിന് മുകളിലുള്ള കട്ട് ആക്മെ ത്രെഡ് റോഡും 100 മില്ലിമീറ്ററിനുള്ളിൽ നീളവും എന്ന വിഷയത്തിലേക്ക് സ്വാഗതം. ഈ എക്സസൈസിന്റെ അവസാനം നിങ്ങൾക്ക് കഴിയും ചക്കിനും സെന്ററിനും ഇടയിലുള്ള ജോബ് സെറ്റ് ചെയ്യുക, ചേഞ്ച് ഗിയറും ഗിയർ ബോക്സ് ലിവർ പൊസിഷനും സെറ്റ് ചെയ്യുക, എക്സ്റ്റേണൽ ആക്മെ ത്രെഡ് കട്ട് ചെയ്യുക. മെറ്റീരിയൽസ് ആൻഡ് എക്യുപ്മെന്റ്: ലാർജ് ലാത്ത്, lead screw, Acme thread cutting tool, threading die, calipers or micrometers. Process: ജോബിനെ 4 ജോയിൽ സ്വതന്ത്രമായി നിലനിർത്തുക. ടൂൾ ശരിയായ ഉയർന്ന സെന്റർ ഭാഗത്ത് സജ്ജമാക്കുക. ജോബിന്റെ ഒരറ്റം അഭിമുഖീകരിക്കുക. സാധ്യമായ നീളത്തിന് 36 മില്ലിമീറ്റർ തിരിയുക. അവസാനം 2x45 ഡിഗ്രി ചാംഫർ ചെയ്യുക. ജോബ് തിരിച്ചുപിടിച്ച് ഹോൾഡ് ചെയ്യുക. മൊത്തം 160 മില്ലിമീറ്റർ നീളത്തിൽ പൂർത്തിയാക്കുക. അവസാനം സെന്റർ ഡ്രിൽ ചെയ്യുക. ചക്കിനും സെന്ററിനുമിടയിൽ ജോബ് ഹോൾഡ് ചെയ്യുക. $25 മില്ലിമീറ്റർ 128 മില്ലിമീറ്റർ നീളത്തിലേക്ക് ടേൺ ചെയ്യുക. സ്റ്റെപ്പ് ഡയമീറ്റർ 20 മില്ലിമീറ്റർ 20 മില്ലിമീറ്റർ നീളത്തിലേക്ക് തിരിക്കുക. ജോബിന്റെ ഹെഡിനും ത്രെഡ് ചെയ്ത ഭാഗത്തിനുമിടയിൽ 8 മില്ലിമീറ്റർ വീതിയിൽ ഒരു അണ്ടർകട്ട് രൂപപ്പെടുത്തുക. ഡ്രോയിംഗിൽ കാണിച്ചിരിക്കുന്നതുപോലെ 2x45 ഡിഗ്രി 3x45 ഡിഗ്രി ചാംഫർ ചെയ്യുക. ടൂൾ പോസ്റ്റിലെ ആക്മെ ത്രെഡിംഗ് ടൂൾ അതിന്റെ ശരിയായ സ്ഥാനത്ത് ഹോൾഡ് ചെയ്യുക. എക്സ്റ്റേണൽ ആക്മെ ത്രെഡ് കട്ട് ചെയ്യുക. ത്രെഡ് രൂപീകരണം പരിശോധിക്കുക. ഈ വീഡിയോയിൽ ചക്കിനും സെന്ററിനും ഇടയിൽ ജോബ് സെറ്റ് ചെയ്യുന്നതും ചേഞ്ച് ഗിയറും ഗിയർ ബോക്സ് ലിവർ പൊസിഷനും സെറ്റ് ചെയ്യുന്നതും കൂടാതെ എക്സ്റ്റേണൽ ആക്മെ ത്രെഡ് കട്ട് ചെയ്തതിനെ കുറിച്ചെല്ലാം നമ്മൾ പഠിച്ചു. എല്ലാ ആശയങ്ങളും എക്സസൈസുകളും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ അടുത്ത വീഡിയോകളിൽ ഞങ്ങൾ നിങ്ങൾക്ക് മറ്റൊരു അത്ഭുതകരമായ ആശയം കൊണ്ടുവരും. അതുവരെ സുരക്ഷിതരായിരിക്കും.